ജിഹാദ് ഇന്നലെ എങ്ങനെയായിരുന്നു, നാളെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അതിനെക്കുറിച്ച് ഒറ്റവാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും ഇസ്ലാം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള ആ വയലൻസ് പ്രൊപ്പൻസിറ്റി, നമ്മളെ ChatGPT എന്നെ ചതിച്ച ആ സാധനം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ വയലൻസ് പ്രൊപ്പൻസിറ്റി ഉണ്ടാക്കുന്ന ഒരു ആശയം അത് ജിഹാദി ആശയമായിട്ട് മാറുമ്പോൾ അത് ഇസ്ലാം തന്നെയാണ് അവിടെ വരുന്നത്. ഇന്നും ഇന്നലെയും അങ്ങനെ തന്നെ. ഇനി ഇന്നത്തെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് അതിൻ്റെ പ്രശ്നം നമ്മൾ കാണുന്നത്. അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹമാസ് തന്നെ ഒരു മികച്ച ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആളുകൾക്ക് മരണം അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു രീതി. ഈ ഹമാസിൻ്റെ തന്നെ മുതലാളിയായിട്ടുള്ള സിൻവർ പറഞ്ഞ കാര്യമാണ് നെസസറി സാക്രിഫൈസസ്. കൂടുതൽ കുട്ടികളെ കൊല്ലപ്പെടണം, കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെടണം, എന്നാലേ നമുക്ക് യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുക മാത്രമല്ല, ഇതുപോലെ കുട്ടികളെ കൊണ്ട് പോലും അവരിലേക്ക് ഈ ജിഹാദി ആശയങ്ങൾ നോർമലൈസ് ചെയ്ത് കൊടുക്കുക, അതിനെ ലെജിറ്റിമൈസ് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് അവിടെ നടക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നേരിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് റിഫോംസ് നടത്തുന്ന കൂട്ടരുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൽ പോലും നമ്മൾ കാണുന്നത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ജിഹാദികളെ നിരത്തി നിർത്തിയിട്ടാണ് അവിടെ എണ്ണം പഠിപ്പിക്കുക. നമ്മളിവിടെ മാങ്ങയും ചക്ക എണ്ണി പഠിപ്പിക്കുന്നിടത്ത് അവിടെ നിരത്തി പഠിപ്പിക്കുന്നത് ഇതാണ്. അതേപോലെ ടെക്സ്റ്റ് ബുക്കുകളിൽ അവർക്ക് ഡ്രില്ലായിട്ട് കൊടുക്കുന്നത് പോലും ഈ പറയുന്ന ഫിദായിൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബർ ആകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന രീതി, ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഹമാസിൻ്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് അള്ളാഹ് ഇസ് ദ ടാർഗറ്റ്, ദ പ്രോഫറ്റ് ഈസ് ദ മോഡൽ, the Quran is the constitution, jihad is its path, and death for the sake of Allah is the most loftiest of its wishes. ഇത്രയും എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് സമാധാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗ്ഗത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ.